കാൻ കരിക്കോട് സാറിൻ്റെ കുട്ടികളുടെ മനസ്സറിയാം എന്നുള്ള ചാനലിൽ ഇന്നത്തെ നമ്മുടെ വിഷയം 13 വയസ്സിലുള്ള വിഷയങ്ങളാണ്. 12 വയസ്സ് വരെയുള്ള ആ വ്യത്യാസങ്ങൾ കുട്ടികളിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. അൽഹംദുലില്ലാ 13 വയസ്സിലേക്ക് ഒരു കുട്ടിയെ കുറിച്ച് മാതാപിതാക്കൾ പ്രത്യേകിച്ച് അറിയേണ്ട ശാരീരികവും മാനസികമായ വളർച്ചയും അവരുടെ പുരോഗതിക്ക് എന്തെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. 13 വയസ്സ് എന്ന് പറയുമ്പോഴേ ആ കുട്ടി കൗമാരത്തിലേക്ക് കടന്നു കഴിഞ്ഞു. കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവൻ്റെ ശാരീരിക വളർച്ച അതിന് ഏറ്റവും വളരെ വലുതായി കാണുന്നത് ഈ 13 വയസ്സിലാണ്. ഉയരം വയ്ക്കുന്നു, ശാരീരികമായി തടി വയ്ക്കണമെങ്കിലും അങ്ങനെയുള്ള ഭാരം കൂടുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം കാണുമ്പോൾ കുട്ടി തന്നെ ഒന്ന് അന്താളിക്കോ, എനിക്ക് എന്ത് സംഭവിച്ചു, ഇത്ര പെട്ടെന്ന് ഞാനൊരു പൊടിപ്പൊടിച്ചായിരുന്നു, ഞാൻ ആരാ മോനെന്ന് പറയുന്ന ഒരു സമയമായി. അതെ അതുപോലെ ആയിരിക്കുന്നു. അപ്പോൾ ഭാരവും ശബ്ദവും വ്യത്യാസം വരുന്നു. പെൺകുട്ടിയാണെങ്കിൽ കിളിക്കാമ്പട്ടി പോലെ എല്ലായിടവും നടന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പെൺകുട്ടിയിൽ അവൾക്ക് ഒരു അച്ചടക്കം വരുന്നു, സംസാരം കുറയുന്നു. അതുപോലെ തന്നെ മനസ്സിലേക്ക് ഒത്തിരി കാര്യങ്ങൾ കരയുന്നു. വൈകാരികമായ ഒരു വ്യത്യാസം വരുന്നു. വൈകാരിക കേന്ദ്രങ്ങളെല്ലാം ഉത്തേജിക്കപ്പെടുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടാം, പെട്ടെന്ന് വിഷമം വരാം, പെട്ടെന്ന് കാര്യങ്ങൾ വരാം. എന്താണ് ആൺകുട്ടികളൊക്കെയാണ് എന്താണ് സംഭവിക്കാനിരിക്കുന്നത് അത് ചിന്തിക്കാതെ പരിണിത ഫലം നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികളൊക്കെ പലര് ഒളിച്ചോടി പോകുന്നതൊക്കെ പറയുന്നില്ലേ, അവർ അതിന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. ആ പറയുന്ന കാര്യങ്ങൾ അന്നേരം ചെയ്യുന്നു, അല്ലെ ആരാ എന്താ പറയുന്നത് ചിന്താശക്തി അതെങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഭാവിയിലേക്കുള്ള പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം. അപ്പോൾ അപകട സാധ്യത മുൻകൂട്ടി കാണാതെ, ഇപ്പോൾ ബൈക്കൊക്കെ ഓടിക്കുകയും ബൈക്കിന്റെ മുൻവശത്തെ വീൽ ഉയർത്തിയൊക്കെ ചെയ്യുന്നില്ലേ, അപകടം എങ്ങനെ ഉണ്ടാകും, എൻ്റെ ജീവിതം അതോടുകൂടി ചിലപ്പോൾ തീർന്നു പോകും എന്നൊക്കെ ഒരു പ്രായമുള്ള ഒരാൾ ചിന്തിക്കാം. പക്ഷെ ഈ കൗമാരക്കാർ ചിന്തിക്കാത്തത് കൊണ്ടാണ് അപകടങ്ങളിലേക്ക് അവരെടുത്തു ചാടുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് മുഖക്കുരു പ്രത്യക്ഷപ്പെടും. ഈ 13 വയസ്സിലൊക്കെയാണ് മുഖക്കുരു, ഭാരം കൂടും. അതുപോലെ തന്നെ ഒരുപാട് ഉത്കണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ആകാംക്ഷ മനസ്സിലുണ്ടാവും. ഈ ആകാംക്ഷയാണുണ്ട്. പിന്നെ ഒന്നുള്ളത്, ഈ ലോകം മുഴുവൻ എനിക്ക് വേണ്ടിയുള്ളതാണ്, ഞാൻ ചുറ്റിപ്പറ്റിയാണ്, ബാക്കിയുള്ളവരെല്ലാം അപ്രസക്തമാണ് എന്ന് തോന്നുന്ന ഒരു സമയമാണ് ഈ 13 വയസ്സ്. അതാണ് അമ്മ ഒന്നും പറയണ്ട, എനിക്കറിയാം, ഞാൻ തോന്നുന്നു കൊച്ചോ എന്നൊക്കെ ചോദിക്കുന്നതിന് വരുന്നതാണ്. കൂട്ടുകാരുമായിട്ട് കൂടുതൽ ഇടപഴകാനും ഒക്കെ പറയാം. പക്ഷേ പഴയ കാര്യങ്ങളെല്ലാം എടുത്തങ്ങ് മാറ്റും. പഴയ കളിപ്പാട്ടവും പഴയ ഇതുള്ളതും കാർട്ടൂണും എല്ലാമായി സിനിമകളിലേക്കും ഇതിലേക്കും ഒക്കെ പോയി അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ 13 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് കുട്ടി ഇതിലെത്തിക്കഴിഞ്ഞു, കൗമാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, അവൻ്റെതായ ലോകത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതറിഞ്ഞു വേണം രക്ഷകർത്താക്കൾ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഒരു കുട്ടിയിൽ വരുന്ന മാറ്റം, അതായത് 3 വയസ്സ് വരെ ഒരു കുട്ടിക്ക് ഉമ്മ ശരിയാണെങ്കിൽ 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഉസ്താദും ടീച്ചറും ശരിയെങ്കിൽ 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണ്. ആ ടൈമാണ് സാറ് നമുക്ക് പങ്കുവെച്ചു തന്നത്. പ്രത്യേകിച്ച് ആ 13 വയസ്സിൽ ആ കുട്ടിക്ക് വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ അവരിന് വരുന്ന, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ശരിയാണ്, ഞാൻ ആരാ മോനെന്ന് പറയുന്ന ആ കാര്യമാണ് സാറ് നമുക്ക് മനസ്സിലാക്കി തന്നത്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉപദേശമൊന്നും അങ്ങോട്ട് സ്വീകരിക്കാത്ത ഒരു ടൈമായി മാറുന്നു. അപ്പോൾ അൽഹംദുലില്ലാ വളരെ വിലപ്പെട്ട അറിവ് നമുക്ക് നൽകിയ സാറ്, അല്ലാഹു തആല എല്ലാവിധമായ ഖൈറും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.